Over that hill is Pacific Palisades. This was home to a lot of production workers. Homes were just obliterated block after block. There was nothing to be seen. And you know that each one of these houses is a livelihood that's lost. And how devastating that would be to lose that. It's not just Pacific Palisades, it's Altadena, it's Sylmar in the North Valley. I think back to the 1994 Northridge quake, which caused about $20 billion in damage. Total so far for this fire is $58 billion and counting. That number is likely to go way up. But also another casualty to the Northridge quake was it drove so many people out of the city, with insurance companies no longer covering homes for fire damage or natural disaster. A lot of people are going to start the question, do they rebuild here, or is it just time to move someplace else? I don't know if LA is going to recover from this. The film and television industry has already been reeling. People have been leaving because there's no work here. This only is going to further drive the film and television industry away. സഹോദരങ്ങളെ, വർഷം പിന്നിട്ടു. 400-ലധികം ദിവസങ്ങളായിക്കൊണ്ട് മുഅ്മിനീങ്ങളുടെ തലകൾക്ക് മുകളിൽ, മുസ്ലിമീങ്ങളുടെ തലകൾക്ക് മുകളിൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടുവരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവർ വർഷിച്ച ബോംബുകളുടെ കണക്കുകൾ, അതിന്റെ കിലോ കണക്കുകൾ നമുക്കൊന്നും കൂട്ടാൻ കഴിയാത്തതാണ്. ഓരോ ബോംബും 500-ഉം 1000-ഉം കിലോ ഭാരമുള്ള എത്രയോ ബോംബുകൾ അവർ അവിടെ വർഷിച്ചു കഴിഞ്ഞു. എത്രയോ ബോംബുകൾ. അവ ലക്ഷത്തിലാണോ മില്യണുകളിലാണോ അതിൻ്റെ തൂക്കം അളക്കേണ്ടത് നമുക്കറിയുകയില്ല. പക്ഷെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവർക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും, മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കുള്ള പ്രതീക്ഷയും വിശ്വാസവും അവർക്കൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ലാ യഗ്റന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീലുൻ ثم مأواهم جهنم لا يغرنك. നിന്നെ വഞ്ചിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, വഞ്ചിക്കും പല കാര്യങ്ങളും, നമ്മളെ വഞ്ചിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു, വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ. ലാ യഗുറന്നക്, നിങ്ങൾ വഞ്ചിക്കപ്പെടേണ്ട, നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, കാഫിറുകളായ ആളുകൾ ഭൂമിയിൽ, രാജ്യങ്ങളിൽ അവർ ആർമാദിക്കുന്നു, അവർ തിട്ടൂരം കാണിക്കുന്നു, അവർ ആധിപത്യം ചെലുത്തുന്നു, അവർ കൊലപാതകങ്ങൾ അഴിച്ചുവിടുന്നു എന്നത് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മതാഉൻ ഖലീൽ, അവർക്കുള്ളത് ചെറിയൊരു ജീവിത സൗകര്യം മാത്രമാണ്. 50-60 വർഷങ്ങൾ ജീവിക്കാനുള്ള എന്തെങ്കിലും നക്കാപ്പിച്ച അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് കിട്ടിയേക്കാം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ثم مأواهم جهنم, പിന്നീട് അവരുടെ വാസസ്ഥലം നരകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിക്കുകയാ, അവർ ക്രൂരതകൾ കാണിക്കുന്നു എന്നതിന്റെ പേരിൽ ക്രൂരന്മാരാരാണ്, ശക്തിയുള്ളവരാരാണ്, ആയുധങ്ങളെ അധികമുള്ളവരാരാണ്, അവരുടെ പതാകകൾ പിടിക്കാനല്ല മുഅ്മിനീങ്ങൾ തയ്യാറാകേണ്ടത്. അവർക്ക് അഭിമാനം വകവെച്ചു കൊടുക്കാനല്ല മുഅ്മിനീങ്ങൾ തയ്യാറാകേണ്ടത്. അവരുടെ വസ്ത്രങ്ങൾ സ്വീകരിക്കാനല്ല മുഅ്മിനീങ്ങൾ തയ്യാറാകേണ്ടത്. അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളിലേക്കും അതാ ചെറുതായെങ്കിലും ചാഞ്ഞു പോകാനല്ല മുഅ്മിനീങ്ങൾ തയ്യാറാകേണ്ടത്. മറിച്ച് നിങ്ങളെ അത് വഞ്ചിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, എത്ര പാഠങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. എത്ര ബോംബ് വർഷിച്ചാലാണ് ലോസ് ആഞ്ചലസിൽ നടന്നതുപോലെ ഒരു തീ അത് ഗസയിൽ ഉണ്ടാക്കാൻ കഴിയുക? ഏതെങ്കിലും ഒരു ബോംബ് ആരെങ്കിലും ഉപയോഗിച്ചതിന്റെ പേരിലല്ല അവിടെ ഈ തരത്തിലൊരു നഷ്ടം, ഏക്കർ കണക്കിന് അല്ലെങ്കിൽ കിലോമീറ്ററുകൾ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു നാട്, അത് മുഴുവൻ അഗ്നിക്കരയായി, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ. അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ബോംബിടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവർ കഴിയുമെന്ന് പറഞ്ഞേക്കാം. മുറ്റത്തെ തീയണക്കാൻ അവർക്ക് കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറ വഹിയ ളാലിമ ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അത് എപ്രകാരമാകുന്നു? ഇദാ അഖദൽ ഖുറ, അതാ ഗ്രാമങ്ങളെ, പട്ടണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടിയാൽ വഹിയ ളാലിമ, അവ അക്രമകാരികളായിരിക്കെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടിയാൽ ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അത് അതികഠിനമായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുക. സഹോദരങ്ങളെ, അവിടെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൊടുങ്കാറ്റും അതുപോലെയുള്ള ഭൂചലനങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും തടയാനോ ഏതെങ്കിലും മനുഷ്യനതിലേതെങ്കിലും കൈകടത്തലുകളോ
ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്തിന് അടിസ്ഥാനമായി, അവന്റെ യുക്തിക്ക് അടിസ്ഥാനമായി ചില പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. وما كان ربك نسيا